ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും ന്യൂസ് 3ലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് വർഷം 2025 ഭാരതത്തിന്റെ പ്രഥമ പൗര ഒരു വനിത. നമ്മുടെ അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തോട് വിളിച്ചു പറയാൻ രാജ്യമേൽപ്പിച്ചത് 2 ധീര വനിതകളെ. പാഴ്വഞ്ചിയിൽ വനിതാ നാവികരുടെ പെൺകരുത്തിന്റെ കാഹളം മുഴങ്ങിയിട്ട് അധികം ദിവസമായിട്ടുമില്ല. അങ്ങനെ രാജ്യത്തിന്റെ സർവ്വ മേഖലകളിലും നമുക്ക് അഭിമാനിക്കാൻ സ്ത്രീ മുന്നേറ്റമുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞതല്ല, ചിലർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. അധികാര പദവികളിൽ നിന്നെല്ലാം സ്ത്രീകളെ മാറ്റി നിർത്തണമെന്ന് ചിന്തിക്കുന്ന കുറച്ചു പേരെങ്കിലും നമുക്കിടയിലുണ്ട്. അവർക്കുള്ള മറുപടി, അവർക്കുള്ള ഓർമ്മപ്പെടുത്തൽ. ഒരു അധികാര തലപ്പത്തേക്ക് സ്ത്രീ എത്തുന്നു എന്ന് തോന്നിയാൽ അപവാദ പ്രചരണം നടത്തി ഭയപ്പെടുത്തി കള്ളക്കേസ് നൽകി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പേടിച്ച് ഒതുങ്ങി മാറുമെന്നാണോ? എന്തിനാണ് ഈ അസഹിഷ്ണുത? സ്ത്രീകൾ അധികാര സ്ഥാനത്തെത്തുമ്പോൾ പൊള്ളുന്നത് ആർക്കൊക്കെ? സർവ്വമേഖലകളിൽ എന്ന പോലെ സിനിമാ സംഘടനയുടെ തലപ്പത്തും ഒരു സ്ത്രീ എത്തിയാൽ ആർക്കാണ് കുഴപ്പം? ഒരു സ്ത്രീയെ മാറ്റി നിർത്താൻ എന്തിനാണ് ഈ പെടാപ്പാടുകൾ? മതിയാക്കിക്കൂടെ ഈ പിന്തിരിപ്പൻ അല്പത്തരങ്ങൾ? വിശദമായി ചർച്ച ചെയ്യാം. ന്യൂസ് 3യിൽ സന്ധ്യ മനോജ് നടിയും നർത്തകിയുമാണ്. ഒപ്പം സാമൂഹിക നിരീക്ഷക ശോഭ വിശ്വനാഥ്, സാമൂഹിക പ്രവർത്തകനായ മെൻസ് അസോസിയേഷൻ പ്രവർത്തകനായ വട്ടിയൂർക്കാവ് അജിത്ത് നമുക്കൊപ്പം ചേർന്ന് 3 അതിഥികളാണ് നമുക്കുള്ളത്. ആദ്യം ഞാൻ സന്ധ്യയിലേക്കാണ് പോകുന്നത്. മാഡം, ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്, പക്ഷേ ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നു. എത്ര സംഭവിച്ചാലും വീണ്ടും വീണ്ടും അവർ മുന്നോട്ട് വരരുത്, ബാക്കിൽ തന്നെ ഇരിക്കട്ടെ എന്നുള്ളൊരു ആവർത്തനം ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടല്ലേ ഇപ്പോഴിതാ 30 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ തലപ്പത്തേക്കൊരു സ്ത്രീ എത്തുന്നു എന്ന് കണ്ടപ്പോൾ ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാകുന്നു, അവരെ ഭയപ്പെടുത്താൻ നോക്കുന്നു, അവർക്കെതിരെ അപവാദ പ്രചരണങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം സംഭവിച്ചാൽ സ്ത്രീകൾ മാറി നിൽക്കും, മൂലക്കിരിക്കും എന്നുള്ളൊരു ധാരണ, ഒരു മിഥ്യാധാരണ ഇപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കണമോ? തീർച്ചയായിട്ടും. അത് ഐ തിങ്ക് ശ്വേത ഇസ് ഹാൻഡ്ലിങ് ഇറ്റ് വെരി ബ്യൂട്ടിഫുള്ളി. എന്താന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും അല്ല, 93 ഷീ റെപ്രസെന്റഡ് ഇന്ത്യ ഓൺ എ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം. ആ സമയത്ത് പേടിക്കാത്ത ശ്വേത ഇതിലൊന്നും പേടിക്കില്ല, ഫോർ ഷുവർ. And she has stood as a resonance of a woman power. പക്ഷെ നല്ല രീതിയിലും പോവാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ആയിരിക്കും ഒരു പക്ഷെ ഇവർക്ക് തെറ്റിദ്ധാരണ വന്നത്. ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നാൽ നാണക്കേട്, ഇത് നമ്മുടെ കൾച്ചറിൽ ഈ ഒരു ജനറേഷനിൽ കൂടുതലായിട്ട് വരുന്നത് ഇറ്റ്സ് എ ഷോക്ക്. എന്താന്ന് വെച്ചാൽ നമ്മള് മുന്നേറുന്നു, AI വരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ആക്ടേഴ്സിനെ പോലും ആവശ്യമില്ല, AI ജനറേറ്റഡ് ആക്ടേഴ്സിനെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാം. ആ സമയത്ത് എപ്പോഴെങ്ങാണ്ടോ നടന്നൊരു കാര്യം കൾച്ചറിന്റെ പേരിൽ, കുട്ടികളുടെ പേരിൽ, ഇതൊക്കെ ഒരു വല്ലാത്ത ട്രീറ്റ്മെന്റ് തന്നെ വളരെ മോശമാണ്. എവിടെയാണ് നമ്മുടെ കൾച്ചർ ആക്ച്വലി എംബെഡഡ് ആയിട്ട് ഇരിക്കുന്നത്? എവിടെയാണ് നമ്മൾ സംസ്കാരം കാണിക്കേണ്ടത്? ആരോടാണ് കാണിക്കേണ്ടത്? എപ്പോഴാണ് കാണിക്കേണ്ടത്? ഇതിന്റെ ഒന്നും ഒരു ടൈം ലൈൻ പോലും ഇല്ലാതെ വളരെ ഒരു തരം താന്ന രീതിയിലേക്കാണ് നമ്മുടെ പ്രൊജക്ഷൻ. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയെ നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു ചീപ്പ് ഷോ കാണിക്കുന്നത് മറ്റൊരാളാണ്. ഒരു ഉയർന്ന നിലയിലേക്ക് ആരാണെങ്കിലും, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറ്റം കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ അതില് ഒരു ചീപ്പ് ഒരു സ്പേസ് എടുക്കാൻ നോക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പോ ഞങ്ങളുടെയൊക്കെ ഇടയിൽ എല്ലാവരും പറയും എനി പബ്ലിസിറ്റി ഈസ് പബ്ലിസിറ്റി, ബീറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇപ്പോ ഇതില് ശ്വേതയുടെ പേരും പറഞ്ഞ് ഒരാൾ പബ്ലിസിറ്റി എടുക്കാൻ നോക്കുന്നു, വേറെ കുറെ ന്യൂസിൽ വേറെ പലരും എടുക്കാൻ നോക്കുന്നു. പക്ഷെ ഐ തിങ്ക് ഈ ഒരു ട്രെൻഡാണ് നമ്മുടെ മോശം കൾച്ചറായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്. എന്താന്ന് വെച്ചാൽ കയ്യിലൊന്നും ഇല്ല, അപ്പോ ഉള്ള എന്തെങ്കിലും ഒക്കെ ചൂണ്ടിക്കാണിച്ചും കേസാക്കിയും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശോഭയുണ്ട് ഇവിടെ, വി നോ ഈച്ച് അതർ ക്വൈറ്റ് വെൽ. നമ്മളൊക്കെ ടാലന്റ് കയ്യിൽ വെച്ചിട്ട് അതിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം, വിച്ച് ഇസ് ഹാർഡ് വർക്ക് വിത്ത് ദ ടാലന്റ്, വിത്ത് ദ സ്കിൽ, അതിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ മാത്രം നോക്കുന്ന ആൾക്കാരാണ്. ഐ തിങ്ക് ഈവൻ ശ്വേത ഇസ് ലൈക്ക് ദാറ്റ് ഫോർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്. ആ പരിശ്രമം മുഴുവൻ ആ രീതിയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എൻ ആക്ടർ, ആസ് എൻ മോഡൽ, അവർ ചെയ്തേക്കുന്ന എത്ര നല്ല കാര്യങ്ങളുണ്ട്. അതൊന്നും
ഇതിലല്ല. ആൻഡ് ഷീ ഈസ് നോട്ട് ഈവൻ ഇൻവോൾവ്. ആർക്ക് വേണമെങ്കിലും ഇപ്പൊ ഞങ്ങളൊക്കെ ഒരു ഇവന്റിന് പോകുമ്പോൾ സാരി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ വരെ വന്ന് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ പല ചാനൽസിലും വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വീട്ടുകാരൊക്കെ ചോദിക്കും ഇതെന്താണ്, ഞാൻ തുറന്നു വെച്ച് കാണിച്ചു കൊടുത്തതല്ല. അവർ ആ ആംഗിളിൽ നിന്ന് വന്നെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ഇഗ്നോർ ഇറ്റ്. ബിക്കോസ് നിങ്ങളത് കണ്ട് നിങ്ങൾ എഫക്റ്റഡ് ആവും. നിങ്ങൾ എഫക്റ്റഡ് ആവുമ്പോൾ ഞങ്ങൾ എഫക്റ്റഡ് ആവും. പിന്നെ എന്താ ചെയ്യണ്ടേ? മൂടി പൊതിച്ച് നടക്കണോ, അതോ വീട്ടിൽ തന്നെ കുത്തിയിരിക്കണോ? വാട്ട് ഈസ് ദ എൻഡ് ഗെയിം ഓഫ് ദിസ്? നമ്മൾ ആരും കഴിവുണ്ട്, പക്ഷെ വീട്ടിൽ കുത്തുവിളക്കായിട്ടിരിക്കണം. അതും വെറും ഷൈൻ ചെയ്യുന്ന കുത്തുവിളക്കല്ല, പ്ലാവ് പിടിച്ച് നശിച്ച് പോകുന്ന ഒരു സംഭവം. സോ ഐ റിയലി ഡോണ്ട് അഗ്രി ടു ദിസ് എൻറ്റയർ തിങ്. സ്കില്ലുണ്ട്, ടാലന്റ് ഉണ്ട്, പ്ലീസ് ഈ ജാതി അലമ്പുണ്ടാക്കി അതിനെ പബ്ലിസൈസ് ചെയ്ത്, ആൻഡ് എനിവേ നത്തിങ് ഇസ് ഗോണ സ്റ്റോപ്പ് us. ഐ ട്രൂലി ബിലീവ് ദാറ്റ് ഞങ്ങളെ പോലെ ഉള്ളവരെ വിത്ത് ദ ടാലന്റ്, വിത്ത് ദ സ്കിൽ, എന്തൊക്കെ പറഞ്ഞാലും വി ആർ നോട്ട് ഗോണ സ്റ്റോപ്പ്. അത് ഒരു സ്ട്രോങ് വോയിസ് ആയിട്ട് തന്നെ ശ്വേത നിൽക്കണം. ആൻഡ് we are all backing her for sure. I can see Shobha agreeing to me absolutely. Certainly 100%. തീർച്ചയായും. ശോഭ, ഈ സ്ത്രീകൾ അധികാര സ്ഥാനത്തെത്തുമ്പോൾ മാത്രം ചിലർക്ക് പൊള്ളുന്നത് അതെന്തുകൊണ്ടായിരിക്കും? അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് ഇറക്കിയേ മതിയാകൂ എന്ന് കച്ച കെട്ടി അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറെടുക്കാനുള്ള കാരണം അതെന്തായിരിക്കും ശോഭ? എന്തായിരിക്കും അതിൽ ഈ പറഞ്ഞതിൽ തന്നെ ഉണ്ട്. ബിക്കോസ് സ്ത്രീകൾ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ്, സ്ത്രീകൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രാപ്തരായതുകൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഇപ്പം മാർട്ടിൻ എന്ന് പറഞ്ഞ വ്യക്തി തന്നെ പറഞ്ഞിരിക്കുന്ന ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്നത് അശ്ലീല സിനിമയിൽ അഭിനയിച്ചു, അതിനുവേണ്ടി പ്രേരിപ്പിച്ചു, അതിനുവേണ്ടി കുറെ കുട്ടികളെ ഇതിലേക്ക് ഇറക്കി, എന്തൊക്കെ ലൈക്ക് ഈ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആരെ കുറിച്ചെന്നുള്ള കാര്യമാണ്. അതായത് ഇത്രയും വർഷമായിട്ട് അത് ഒരു ഫാഷൻ രംഗത്താവട്ടെ, അത് മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന, സന്ദീപ് പറഞ്ഞ പോലെ അഭിമാനിക്കാൻ പറ്റുന്ന 1994 ഈ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത്, എനിക്ക് പറയുമ്പോൾ തന്നെ ഗൂസ് ബംസ് വരുന്നുണ്ട്. അതായത് ഇന്ത്യയില് റെപ്രസെന്റ് ചെയ്ത് പോയി അതും ഒരു ടൈറ്റിൽ വിന്നറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശ്വേതാ മേനൻ എന്ന് പറഞ്ഞ സ്ട്രോങ്, നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന ഒരു വനിതയെ കുറിച്ചാണ് പറയുന്നത്. അത് മാത്രമാണോ നമ്മള് സിനിമ എന്ന് പറയുന്ന രംഗത്ത് തന്നെ 2 തവണ, ഒരു തവണ പോലും അല്ല, 2 തവണ സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആണ് അവര്. അതുപോലെ തന്നെ ഫിലിം ഫെയർ അവാർഡ് ആവട്ടെ, എന്തുമാത്രം ബഹുമതികൾ കിട്ടി. സ്ട്രോങ്, എവിടെ നോക്കിയാലും എപ്പോഴും നമ്മള് ശ്വേതാ മേനൻ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് അയൺ ലേഡി തന്നെയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം, അല്ലേ? അല്ലാതെ അതും ലൈഫിൽ ഒരുപാട് സ്ട്രോങ് ഡിസിഷൻസ് എടുത്തിട്ടുള്ളവരാണ്. ഇപ്പം പറയുകയാണെങ്കിൽ ഈ അശ്ലീല ചിത്രങ്ങൾ എന്ന് പറയുന്ന സിനിമകൾ ഏത്? രതി നിർവേദം, പാലേരി മാണിക്യം, കളിമണ്ണ് എന്ന് പറയുന്ന, അതായത് അതിലും ഒരു സിനിമയിൽ അവർക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്, അല്ലെ? പാലേരി മാണിക്യത്തിലെ ബെസ്റ്റ് ആക്ട്രസിന്റെ അവാർഡ് സെൻസർ ബോർഡ് അപ്രൂവ് ചെയ്ത ചിത്രങ്ങളാണ് ഇത് 3ഉം. ഇതില് അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ചിത്രത്തിനെയാണ് അപ്പം ആരൊക്കെയാണ് ഇത് നിർമ്മിച്ച? നിർമ്മാതാവിന് അഗെയിൻസ്റ്റ് ഇല്ല, അത് ഡയറക്ടറിനോ പ്രൊഡ്യൂസറിനോ, അതായത് അതിന്റെ റൈറ്റർ, ഇതിന് ജന്മം നൽകിയ റൈറ്ററിന് അഗെയിൻസ്റ്റ് ഇല്ല, ഇതിന് സെൻസർ ചെയ്ത സെൻസർ ബോർഡിനില്ല, അതുപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡ്, അപ്പം ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അത് കൊടുത്തത്, അതിന് അഗെയിൻസ്റ്റ് ഇല്ല. അതിൽ അഭിനയിച്ച ഒരു സ്ത്രീക്ക് അഗെയിൻസ്റ്റ് ആണ് ഇയാൾ സംസാരിച്ചത്. അപ്പം ഇതെല്ലാം പറയുമ്പം ഇത് ഇച്ചിരിയെങ്കിലും ബുദ്ധിയുള്ളവര് അതൊരു കോൺസ്പിറസി ആണെന്നും, ഇപ്പൊ അമ്മ എന്ന് പറയുന്ന ഒരു 500 മെമ്പേഴ്സ് ഉള്ള ഒരു വലിയ ഒരു ഓർഗനൈസേഷനിൽ തലപ്പത്ത് ഒരു സ്ത്രീ വരുമ്പോൾ അത് ആരൊക്കെയോ ഭയക്കുന്നു എന്നുള്ളതിനൊരു കാര്യം തന്നെ നമുക്ക് ഇച്ചിരെങ്കിലും ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം. അതൊരു കള്ള കേസ് തന്നെയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിഞ്ഞൂടെ. ഈ പറഞ്ഞ മാർട്ടിൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അഗെയിൻസ്റ്റ് തന്നെ ഇപ്പൊ എത്രയോ സ്ത്രീകൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്, കള്ള കേസിൽ കൊടുത്തിട്ട് അവരെ പിന്നെ അതിൽ നിന്ന് പൈസ ചോദിക്കുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കേസുകൾ ഇപ്പൊ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ോട് ഇത് സ്ട്രോങ് ആയിട്ട് തന്നെ പോണം. ആ സ്ട്രോങ് ആയിട്ട് പോവാൻ മാത്രമല്ല, അത് എങ്ങാനും ഉറപ്പായിട്ട് ഇത് പുറത്ത് വരിക തന്നെ ചെയ്യും. ഡിഫോമേഷൻ ഫയൽ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും ഈ ഒരു എന്താ പറയാ, ചേച്ചി സ്ട്രോങ് ആയിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുക തന്നെ ചെയ്യും, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ ആ ഒരു സമയത്ത് മാനസികമായിട്ട് എങ്ങനെയൊക്കെ അവർക്ക് ഒരു ഇമോഷണലി അവരെ ഡൗൺ ആക്കാൻ പറ്റും എന്നാണ് ഇവരൊക്കെ നോക്കുന്നത്.
പക്ഷെ ഇവരൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവർ വിചാരം എന്ന് പറഞ്ഞാൽ അതിലൊക്കെ തളർന്നു പോകുന്നതാണ്. സത്യം പറഞ്ഞാൽ അത് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കത്തേ ഉള്ളൂ. എപ്പോഴും ഞാൻ പറയും, നമുക്ക് എറിയണം, നമ്മൾ ഓരോ കല്ല് എറിയുന്നത് നമ്മൾ അതെടുത്തൊരു ക്യാസലാണ് പണിയുന്നത്. അത് തന്നെ ചേച്ചി പണിയും എന്നാണ് എന്റെ ഒരു വിശ്വാസം. നമ്മളെല്ലാരും കൂടെ ഉണ്ട്. അതാണ്, ആക്രമിക്കപ്പെടുന്നു, അപഹസിക്കപ്പെടുന്നു, പിന്നോട്ട് പോകുമെന്നുള്ള വിചാരമാണ്. പക്ഷെ അവിടെ ഒന്നും തളരുന്നില്ല എന്നുള്ളത് തന്നെയാണ്, മുന്നോട്ട് തന്നെയാണ്. ഞാൻ വരാം രണ്ടുപേരിലേക്കും. ഇപ്പോൾ ഉറപ്പായിട്ട് എനിക്കറിയാവുന്ന ശ്വേത ചേച്ചി ഒരിക്കലും പിൻമില്ലോട്ട് പോകില്ല, മുമ്പോട്ട് തന്നെ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ മലയാളികള് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയവരാണ്. അതായത് ഈ ഇടയ്ക്ക് പോലും ഞാൻ എത്രയോ ഇനോഗ്രേഷന് പോൺ സ്റ്റാർസിനെ കൊണ്ടുവന്ന ഇനോഗ്രേഷൻ, അപ്പം ഏറ്റവും കൂടുതൽ ഈ ആൾക്കാർ അവിടെ വന്ന് കൈതട്ടി അവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, അത്രയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ മലയാളികളെ പറ്റിയാണോ ഇത് പറയുന്നത്? അതുപോലെ തന്നെ ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഇത്ര എന്താ ഹോട്ട് ശ്വേതാമേനൻ, അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഉണ്ട്. പോൺ സൈറ്റ്സിൽ ചേച്ചി പോലും അറിയാത്ത പോൺ സൈറ്റ്സിൽ ചേച്ചിയുടെ ഇത് വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ പോൺ സൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സിനിമയില് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമേനെ അഭിനയിച്ച അഭിനേത്രിക്ക് എഗെയിൻസ്റ്റ് അല്ല കേസ് പോകേണ്ടത്, അല്ലേ? അവിടെ ഒരു വിക്ടിം എന്ന് പറയുന്നത് ശ്വേത ചേച്ചിയാണ്. നമ്മൾ ചേച്ചിയുടെ കൂടെയാണ് നിൽക്കേണ്ടത്, റൈറ്റ്? അതെ, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട് വളരെ വ്യക്തമായി. അതേപോലെ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും സിനിമയിലെ പ്രമുഖ താരങ്ങൾ അരയ്ക്ക് മുകളിലോട്ട് വസ്ത്രം ധരിക്കാതിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. ഒരു പുരുഷനില്ലാത്ത അഭിനയിച്ചിട്ടുണ്ട്. കമൽഹാസനെ പോലെയുള്ളവര് ഒരുപാട് എത്രയോ ടോപ്പ് സൂപ്പർ സ്റ്റാർസ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നും വരാത്ത എന്തുകൊണ്ട് ഇത്ര വിഷമം ഇദ്ദേഹത്തിന് ഇപ്പൊ വന്നു? അതൊക്കെ നമുക്ക് അതും ഈ ഇലക്ഷനുമായിട്ട് ചേർന്നിട്ട് എന്തുകൊണ്ട് വന്നു? തീർച്ചയായും ഇതൊക്കെ വരണമെങ്കിൽ അപ്പോഴേ വരണ്ടേ. ഇത് പണ്ട് 25 years മുമ്പേ അഭിനയിച്ച ഒരു പരസ്യ ചിത്രത്തിനെ പറ്റി ഇപ്പോഴാണ് ആൾക്ക് ബോധം ഉണ്ടായത്. അതിലൊക്കെ എന്താണ്? തീർച്ചയായും തുടരുക ദയവായി. ഇപ്പോൾ വട്ടിയൂർക്കാവ് അജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജിത്ത്, എന്നെ കേൾക്കാമെന്ന് കരുതുന്നു. ഈ അമ്മയുടെ തലപ്പത്തേക്ക് ശ്വേതാ മേനോൻ എത്തുന്നതിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? അമ്മയുടെ തലപ്പത്തേക്ക് ഇപ്പോ ശ്വേതാമേനോൻ വരുന്നതിൽ എനിക്ക് വേറെ നമ്മുടെ പുരുഷന്മാരുടെ സംഘടന എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്ത്രീകൾ തന്നെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് WCC അത് എവിടെ എത്തി എന്നുള്ളത് ആലോചിക്കുക. കാരണം ഏറ്റവും കൂടുതൽ നയിക്കാനുള്ള കഴിവ് കൂടുതലും പുരുഷന്മാർക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ 30ഓളം വർഷം ഈ അമ്മ സംഘടന വളരെയധികം ശക്തമായിട്ട് മുന്നോട്ട് പോയത്. അതിന്റെ തലപ്പത്ത് വരേണ്ടത് മമ്മൂട്ടിയോ മോഹൻലാലോ തന്നെയാണ്. അവർക്ക് അത് നയിക്കാനുള്ള ഒരു നേതൃത്വം കൊടുക്കാൻ പറ്റൂ. അതിന് താഴോട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് നയിക്കാനുള്ള കഴിവ് കൂടുതൽ പുരുഷന്മാർക്കാണ് എന്ന് താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഈ രാജ്യത്തിന്റെ പ്രഥമ വനിത പോലും ഒരു സ്ത്രീയാണ്. WCC നോക്കിയാൽ മതിയല്ലോ. WCC തുടക്കവും ഒടുക്കവും ഒക്കെ എന്തായി എന്നുള്ളത് അത് അങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പൊ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാര്യം ഏതൊരു സംഘടനയായാലും അവിടെ നന്നായിട്ട് ആ സംഘടന നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം സ്ത്രീകൾ തന്നെ, മഞ്ജു വാര്യരാണല്ലോ എന്റെ ഈ WCC സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ച ആള്, അവരിപ്പോ അവിടെ ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള നടിമാരാരും അകത്തില്ല. കുറച്ചുപേരെ അവസാനം അതിനെ നയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അത് ഉടായ്പ രീതിയിൽ കൂടിയാണ് WCC വെക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടക്കവും ഒടുക്കവും ഒരു വർഷം. പക്ഷേ ഇവിടെ അമ്മ സംഘടന എന്ന് പറഞ്ഞാൽ 30 വർഷം കഴിഞ്ഞു. അതാദ്യം നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇത്രയും വർഷം എന്തുകൊണ്ട് ഈ സംഘടനയിൽ ഒരു പ്രശ്നമില്ലാതെ പോയി എന്നുള്ളത് അതിന്റെ നേതൃത്വ പാഠമല്ലേ. അവിടെ ഇടവേള ബാബുവിനെ പോലുള്ളവരും ഇന്നസെന്റിനെ പോലുള്ളവരും മോഹൻലാലും ഒക്കെ ഇരുന്നത് കൊണ്ടാണ് അവിടെ ഇത്രയും നന്നായിട്ട് പോയത്. ഇപ്പൊ ഈ ചെയ്തു എന്ന് പറയുന്ന ഇപ്പൊ ഒരു കംപ്ലൈന്റ് കൊടുത്തു, ശ്വേതാ മേനോനെതിരെ കംപ്ലൈന്റ് കൊടുത്തത് ഞാൻ ന്യായീകരിക്കുകയല്ല. തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ്. ഇത് തന്നെയല്ലേ സ്ത്രീകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പുരുഷൻ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അവനെ എങ്ങനെ താഴോട്ടിറക്കാം? ഇപ്പൊ തന്നെ എത്ര നടന്മാർക്കെതിരെയാ പീഡന പരാതികൾ കൊടുത്തിരിക്കുന്നത്? ഇത് ശരിയാണോ? അത് നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പൊ ഈ സ്ത്രീകൾ ചെയ്യുന്നതിലും തെറ്റുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നേതൃത്വത്തിലേക്ക് ശ്വേത വരികയും ശ്വേത അപ്പോൾ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുകയും ചെയ്യുന്നത്. അത് തെറ്റ് തന്നെയാണ്. ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. പല മേഖലയിൽ ഇരിക്കുന്ന സ്ത്രീകൾ ഒരു നാണവും മാനവും ഇല്ലാതെ അവര് പുരുഷന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പല സ്ഥാനങ്ങളും അവിടെ നിന്ന് തെറിക്കപ്പെടുകയാണ്. ഇപ്പൊ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പുതിയ കമ്മിറ്റി അവിടെ എങ്ങനെ അവർക്ക് പിന്മാറേണ്ടി വന്നു? അതാദ്യം നമ്മൾ നോക്കണ്ടേ. ഇവിടെ സ്ത്രീകൾ പറയുന്ന കാര്യങ്ങൾ അതേപടി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ രാജിവെക്കണം, എപ്പോ പുറത്തു പോകണം. അവൻ മത്സരിക്കാൻ പാടില്ല. മത്സരം എന്ന് പറഞ്ഞാൽ അത് മത്സരമായിരിക്കണം. ഇവിടെ
ശ്വേതാമേനോൻ മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജഗദീഷിനെ പോലുള്ള മുൻനിര നടന്മാര് അതിൽ നിന്ന് പിന്മാറി. അത് ശരിയാണോ? അങ്ങനെയാണോ? മത്സരമായിട്ട് നേരിടണം. ശ്വേത ശ്വേത അങ്ങോട്ട് പറയേണ്ടതായിരുന്നു. ഞാൻ എല്ലാവരും ആരും പിന്മാറേണ്ട കാര്യമില്ല, മത്സരിച്ച് വിജയിക്കണം, അതാണ് അതിന്റെ ശരി എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം പെണ്ണെന്ന് പറയുന്നത്. പെണ്ണിന്റെ കരുത്ത് അവിടെയാണ് തെളിയിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഒരു ഇലക്ഷൻ വരുന്നു, ഉടനെ കുറച്ച് പേര് പുരുഷന്മാരെല്ലാവരും അങ്ങ് മാറിക്കൊടുക്കുകയാണ്. അതെന്തടിസ്ഥാനത്തിലാണ്? അങ്ങനെ മാറരുത്. സംവരണത്തിന്റെ പേരിലല്ല, അങ്ങനെയല്ല സ്ത്രീകൾ മുൻനിരയിൽ വരേണ്ടത്. അവർ മത്സരിച്ച് വിജയിച്ച് ജനങ്ങൾക്ക്, ഇനി വരുന്ന തലമുറയ്ക്ക് സ്ത്രീകൾക്ക് മാതൃകയാകണം. അതാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇതുപോലുള്ള ഈ നാറിയ കളികൾ സ്ത്രീകളും കളിക്കരുത്. ഒരുപാട് നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ആ സ്ത്രീ മീനു മുനീർ ഇപ്പൊ എവിടെ പോയി? ബാലചന്ദ്രമേനോന്റെ കേസിൽ ഇപ്പോ ബാലചന്ദ്രമേനോൻ കേസ് കംപ്ലൈന്റ് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കേസ് വന്നു. അപ്പൊ അവർ കേസുകൾ നൽകിയത് കള്ളക്കേസാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടല്ലേ? കള്ളക്കേസായാലും ഒറിജിനൽ കേസായാലും എന്ത് തോന്നിയാലും ഇങ്ങനെയുള്ള പരാതികൾ ഇങ്ങനെയുള്ള സമയത്ത് കൊടുക്കരുത്. അതിനെ ഞാൻ വിമർശിക്കുകയാണ്. കാര്യം സ്ത്രീ ആയാലും പുരുഷനായാലും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്നുള്ളത് തന്നെ. അവർ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ അവരവിടെ പ്രസന്റ് ആയിട്ട് ഇരിക്കട്ടെ. അവർക്ക് നയിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർക്ക്. സിനിമയിൽ അർദ്ധനഗ്നരായി പുരുഷന്മാർ വരുന്നതിൽ എന്തെങ്കിലും കുഴപ്പം താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എവിടെയാണ്? സിനിമയിലൊക്കെ അർദ്ധനഗ്നരായി പുരുഷന്മാരും അഭിനയിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതായി താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സിനിമയല്ലേ, സിനിമയാവുമ്പോ പുരുഷന്റേതായിട്ടുള്ള ശരീര ഭംഗി പുറത്ത് കാണിക്കുന്നുണ്ട്. അത് വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ സ്ത്രീകൾ എന്താ പറയാ, കഥാപാത്രത്തിന് യോജിക്കാത്ത രീതിയിലും അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കഥയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ ശരീരഭാഗം കാണിക്കണം. ഒരു കൂലിപ്പണിക്കാരന്റെ വേഷം മമ്മൂട്ടി ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ബനിയനിട്ടിരിക്കാം, അല്ലെങ്കിൽ അതും കാണില്ല. കാര്യം ആ വേഷത്തിന് അനുയോജ്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണം. ഇവിടെ സ്ത്രീകൾ എന്ന് പറഞ്ഞ നടിമാര് ഭൂരിഭാഗവും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ വേഷം ഏതായാലും അവർ വസ്ത്രങ്ങൾ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതൊരു പ്രശ്നം തന്നെയാണ്. ശരി, ഞാൻ വീണ്ടും സന്ധ്യയിലോട്ട് പോവുകയാണ്. സന്ധ്യ, സ്ത്രീകൾ മുന്നോട്ട് വരികയാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഏതെങ്കിലും അധികാര സ്ഥാനത്തിലേക്ക് സ്ത്രീ എത്തുകയാണെങ്കിൽ അവളെ ഭയപ്പെടുത്താൻ ആളുണ്ടാകുന്നു, അപവാദ പ്രചരണം നടത്താൻ ആളുണ്ടാകുന്നു, അപഹസിക്കാൻ ആളുണ്ടാകുന്നു. ഇതൊക്കെ ഒരു മെസ്സേജ് ആണോ നൽകുന്നത്? അതായത് ഒരു സ്ത്രീ ഇങ്ങനെ വരുമ്പോൾ ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു, അങ്ങനെയാണെങ്കിൽ അടുത്ത സ്ത്രീ ഞാനും വരുന്നില്ല എന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്താനുള്ളൊരു നീക്കമായി ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീന്ന് മാത്രമല്ല, മാനം അല്ലെങ്കിൽ അഭിമാനം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്കും പുരുഷനും ഉണ്ട്. അത് മീനു മുനീർ പറഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോ ശ്വേതാ മേനോൻ അഗൈൻസ്റ്റ് കേസ് കൊടുത്ത ആള് പറഞ്ഞാലും നമ്മുടെ ഒരു ഡിഗ്നിറ്റി എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കേസ് കൊടുക്കും. അതുപോലെ ഈ മീഡിയയിലിരുന്ന് ഇത് ചർച്ച ചെയ്യപ്പെടുന്നതും ഒക്കെ നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന കേസ് തന്നെയാണ്. എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ കൾച്ചറലി ഇൻബോൺ ആണ്. നമ്മൾ ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. ഒരാളുടെ വർക്കും തലങ്ങളും എല്ലാം നിരത്തിയിട്ടാണ് ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. അത് വേറൊരു പൊസിഷനിലേക്ക് കയറുമ്പോൾ ഇങ്ങനത്തെ വൃത്തികേട് പുറത്തേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും ആരെയാണെങ്കിലും മാനസികമായിട്ട് എത്ര സ്ട്രോങ് ആണെങ്കിലും ഇന്റേണലി അത് ഡെഫിനറ്റ്ലി എഫക്ട് ചെയ്യും. എഗൈൻ അത് സ്ത്രീന്നോ പുരുഷനൊന്നോ ഇല്ല. പക്ഷെ ഐ ഡോണ്ട് അഗ്രി ദാറ്റ് സ്ത്രീകൾക്ക് മുന്നിൽ വന്ന് ഇത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന വേഷം ഇട്ടാലേ ഒരു സ്ത്രീയെ നല്ല സ്ത്രീയായിട്ട് കരുതുള്ളൂ എന്ന് പറയുന്നത് എനിക്ക് ഒരു യോജിപ്പുമില്ല. ഒരു സ്ത്രീയോ ഒരു പുരുഷനോ അവർക്ക് സ്വന്തമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും പറഞ്ഞ് ന്യൂഡായിട്ട് പബ്ലിക് കൂടെ നടക്കാനല്ല പറയുന്നത്. നമ്മുടെ കൾച്ചറിനും നമുക്കൊരു ഫ്രീഡം ഉണ്ട്. അതൊരു ഡെമോക്രാറ്റിക് ഫ്രീഡം തന്നെയാണ്. അത് ന്യൂഡായിട്ട് നടക്കാനല്ല. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള പോലത്തെ ഒരു വേഷം ധരിച്ച് മാന്യമായിട്ട് നമ്മുടെ രീതിയിൽ നടക്കാനും അതേപോലെ ഒരു ക്യാരക്ടറിന് അനുയോജ്യമായ ഒരു വേഷം ക്യാരക്ടറിന് എടുക്കാനും ഉള്ള ഫ്രീഡം ഉണ്ട്. ഇപ്പൊ നേരത്തെ ശോഭ പറഞ്ഞ പോലെ സെൻസർ ബോർഡ് വരെ സെൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇരുന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനത്തെ എത്രയോ സിനിമകൾ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഈ പറയുന്ന പോൺ വീഡിയോസ് അല്ലെങ്കിൽ ബാൻഡ് സൈറ്റ്സ് അത് കണ്ടുപിടിച്ച പിള്ളേരെ പോയി എങ്ങനെയാണ് ഇവർക്ക് ഇത് കിട്ടിയേ, ആ ചാനൽസ് ക്ലോസ് ചെയ്യണം. അല്ലാതെ ഒരു ബന്ധവും ഇല്ലാതെ ആരൊക്കെയോ എന്തൊക്കെയോ ഉണ്ടാക്കി കൂട്ടിയിട്ട് അതിനെ ഒരു മത്സരത്തിൽ നിൽക്കാൻ അല്ലെങ്കിൽ ഒരു പൊസിഷനിലേക്ക് ഞാൻ അമ്മയുടെ മെമ്പർഷിപ്പ് ഇതുവരെ എടുത്തിട്ടില്ല, ആൻഡ് മേ ബി ഐ ഷുഡ്. ബട്ട് എനിക്ക് അറിയാൻ പറ്റിയത് ഷീ വാസ് റെക്കമെൻഡഡ് ആൻഡ് ബാക്ക്ഡ് ബൈ എവ്രിബഡി.
ടു ദ പൊസിഷൻ. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളപ്പോ ജയിക്കോ വിജയിക്കോ അവിടെ ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ എല്ലാവരും എൻകറേജ് ചെയ്യാണ്, യു ബിക്കം ദ പേഴ്സൺ ഇൻ ചാർജ് എന്ന് പറയുമ്പോൾ, അയ്യോ വേണ്ട നമുക്ക് മത്സരിച്ച് ജയിക്കാം എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുമ്പോൾ അവിടെ ചാടിക്കേറി ഇല്ല ഞാൻ ഒരു ആണിന്റെ കൂടെ മത്സരത്തിന് നിന്ന് ജയിച്ചാലേ എന്റെ വിജയം വിജയമാവുള്ളൂ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എല്ലാവരും പറയാണ് ഒരേ സ്വരത്തിൽ, ശ്വേത നിൽക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒരു അലിഗേഷൻ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ടു അഗ്രി വിത്ത് ഇറ്റ്. പക്ഷെ അതല്ല, കൂടെ മത്സരിക്കാൻ തയ്യാറായിട്ടില്ല, എനിക്കും ഈ പൊസിഷനിൽ അർഹതയുണ്ട്, ഞാനും നിൽക്കാം, ശ്വേതയും നിൽക്കൂ, നമുക്ക് ഒരുമിച്ച് മത്സരിച്ച് ആർക്കാണ് വോട്ട് കിട്ടുന്നേ എന്ന് നല്ല രീതിയിൽ ആരും പിന്മാറാതെ, ഇത് ശ്വേതയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തു കൊടുത്തിട്ട് ശ്വേത പറയണം, ഇല്ല ഞാൻ മത്സരിച്ചേ ജയിക്കൂ, നിങ്ങളെല്ലാരും പറഞ്ഞ ഞാൻ ജയിക്കില്ല, എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് ഞാൻ മത്സരിച്ച് ഒരാളെ തോപ്പിച്ചേ ഞാൻ പൊസിഷനിൽ ഇരിക്കൂ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഐ തിങ്ക് ശ്വേത വാസ് ബീങ് നൈസ്. ഈ റെസ്പോൺസിബിലിറ്റി എടുക്കാമോ? ഒന്നാമത് അമ്മയുടെ ഒരു ഭാരവാഹിയായിട്ട് ഇരിക്കണമെങ്കിൽ അത്രമേൽ ഒരു കറജ് വേണം. ഇത്രയും ഇഷ്യൂസിൽ കൂടെ അമ്മ വന്നതാണ്. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഒരു ധൈര്യത്തിനോട് നമ്മളെല്ലാം അത് ശരിയായില്ല, ഞാൻ എടുത്തോളാം. ഐ ഡോണ്ട് തിങ്ക് ശ്വേത ഇസ് ഓഫ് ദാറ്റ് ക്യാരക്ടർ ആൻഡ് ഐ ഡോണ്ട് അഗ്രി that she has to say no, I have to fight in a battle and win the position. ശോഭ ഈ കള്ളക്കേസിൽ കുടുങ്ങാൻ ശ്രമിച്ചതിനെ അതിജീവിച്ച് വന്ന ഒരാൾ കൂടിയാണ് ശോഭ. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങ് ഒതുക്കി കളയാമെന്നുള്ള ചിന്ത ഒന്നും വേണ്ട അല്ലേ? ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ലൈഫിൽ നമ്മള് ബാഡായി നമ്മള് നശിച്ചു പോണം നമ്മള് എവിടെ തട്ടിയാൽ നമുക്ക് വേദനിക്കും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. സ്ലഗ് ഷെയ്മിങ് അല്ലെ, ഒന്നീ ഒരു കഞ്ചാവ് കേസ് അല്ലെങ്കിൽ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഇപ്പം ശ്വേത ചേച്ചിനെ ചെയ്തതുപോലെ ഒരു കേസില. അപ്പം ബേസിക്കലി ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കുള്ളത് ആ ഒരു നമ്മൾ ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സൽപ്പേരാണ് അല്ലെ, ഒരു ഗുഡ് വിൽ. അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നമ്മൾ തകർന്നു പോകും എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഇവര് അവിടെ തന്നെ ഹിറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോ അവിടെ എന്തായാലും ഐ എം ഷുവർ ഷീൽ കം ഔട്ട് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ബിക്കോസ് ഇത് എന്നായാലും സത്യം പുറത്തു വരും. എന്റെ കേസ് പോലെ തന്നെ സത്യം എന്നായാലും അത് പുറത്തു വരും. അത് എത്രയും പെട്ടെന്ന് വരട്ടെ എന്നുള്ളതാണ് എന്റെ ഒരു പ്രാർത്ഥന. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ അജിത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ എനിക്ക് ഒരു കാര്യത്തിൽ ഞാൻ ഡിസ്അഗ്രി ചെയ്യുന്നില്ല, എന്നാൽ മറ്റൊരു കാര്യത്തിൽ ഞാൻ അഗ്രി ചെയ്യുന്നു, വിച്ച് ഇസ് അത് സ്ത്രീ ആയാലും പുരുഷനായാലും കള്ളക്കേസിൽ കുരുക്കിയാൽ അത് സത്യം എന്നായാലും പുറത്തു വരണം എന്നുള്ളൊരു കാര്യമാണ്. അതൊരിക്കലും അത് മിസ്യൂസ് ചെയ്യരുത്. എങ്കിലും അത് മിസ്യൂസ് ചെയ്യരുത്. പുരുഷനാണെങ്കിലും ആ പവർ വെച്ച് ഒരിക്കലും സ്ത്രീകളെ അങ്ങനെ ഒരു പവറിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും അവരെ ഡീഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ഡീഫെയിം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ അതിന് ഒരിക്കലും അത് ചെയ്യരുത്. അത് തെറ്റ് തന്നെയാണെന്ന് ഞാൻ. പക്ഷേ സ്ത്രീകൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിനോട് ഞാൻ 100% ഞാൻ അത് വിയോജിക്കുന്നു. ബിക്കോസ് നമ്മുടെ ഇന്ത്യനെ എടുത്താൽ തന്നെ ഏറ്റവും ഇന്ദിരാഗാന്ധി മുതല് ഇപ്പം ലാസ്റ്റ് എടുത്തു പറയുന്ന പേര് ശൈലജ ടീച്ചർ തന്നെയാണ്. ഹെൽത്ത് എങ്ങനെ നമുക്കൊരു ക്രൈസിസ് വന്നപ്പോൾ കേരളത്തിനെ ഒരുമിച്ച് പൊക്കി എടുത്തു എന്നുള്ള കാര്യം അത് വേൾഡ് വൈഡ് നമ്മുടെ ടീച്ചറിനെ അപ്രീഷിയേറ്റ് ചെയ്തതാണ്. അത്രയും വലിയൊരു അവാർഡ് വരെ നമ്മുടെ ടീച്ചറിനെ തേടി വന്നതാണ്. അപ്പം ഒരിക്കലും ഇപ്പൊ കൽപ്പന ചൗള ആണെങ്കിൽ എടുത്തു പറയുകയാണെങ്കിൽ എത്രമാത്രം സ്ത്രീകളുണ്ട് ഒരു ലീഡറായിട്ട് നിന്ന് നയിച്ചിട്ടുള്ളവര്. അപ്പൊ ഒരിക്കലും ഇവൻ നമ്മുടെ ഹിസ്റ്ററി എടുത്താൽ തന്നെ വനിതകളാണ് ഇപ്പൊ ട്രാവൻകോർ എടുത്താൽ തന്നെ തമ്പുരാട്ടിയാണ് അത് നയിച്ചിട്ടുള്ളത്. അപ്പം ഒരിക്കലും സ്ത്രീകൾ ഒരു തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ, അവരെ കൊണ്ട് നയിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം സോഷ്യൽ ഓൺടർപ്രണേഴ്സോ അല്ലെങ്കിൽ വനിതാ സംരംഭകരാണ് വരുന്നത്. എല്ലാം അത് മൾട്ടി ടാസ്കേഴ്സ് ആണ്. അപ്പം ഒരിക്കലും ആ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. നല്ലവര് വരട്ടെ, പ്രാപ്തരായിട്ടുള്ളവര് വരട്ടെ, ഒരു വനിത തന്നെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായും. ശ്രീ വട്ടിയൂർക്കാവ് അജിത്ത്, ഈ ഒരു സമയത്ത് ഇത്ര നമ്മൾ നേരത്തെ തന്നെ ഈ സിനിമയെക്കുറിച്ച് വിശാലമായി പറഞ്ഞതാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ സിനിമയാണ്, അഡ്വർടൈസ്മെന്റ് ആണ്. പക്ഷെ അതിൽ ഞാൻ വീണ്ടും കടക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സമയത്ത് കേസ് കൊടുക്കാൻ ഒരാൾക്ക് തോന്നിയത്? അതിന്റെ പിന്നിൽ എന്തായിരിക്കും കാരണം? താങ്കൾ എന്താണ് കരുതുന്നത്? അല്ല, ഇത് ഈ ശ്വേതയ്ക്കെതിരെ കേസ് വന്നിരിക്കുന്നത് ശരിയല്ല. ഞാനത് ഉറച്ചതിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നു. അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ ബാബുരാജിനെതിരെ
സരിതാ നായരെ കൊണ്ട് കേസ് കൊടുത്ത് അദ്ദേഹത്തെ പിൻവാങ്ങേണ്ട ഒരു അവസരം വന്നുവല്ലോ. അതും ഇതുപോലുള്ള ഏതെങ്കിലും മുൻനിരയിൽ വരാൻ നിൽക്കുന്ന നടിമാരുടെ ഒരു കറുത്ത കരങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഈ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന നടന്മാർക്കെതിരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിച്ച് അവരെ പിന്നോട്ടടിക്കുന്നു, അവരല്ലെങ്കിൽ മത്സര രംഗത്ത് നിന്ന് പിന്മാറേണ്ട അവസരം ഉണ്ടാക്കുന്നു. ഈ അവസ്ഥ ഒരു മേഖലയിലും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ശ്വേതയ്ക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണം വരികയും അത് കോടതി റദ്ദ് ചെയ്യുകയും ചെയ്തല്ലോ. അപ്പോ അതിനെ ഞാൻ തീർച്ചയായിട്ടും അത് അപലപിക്കുകയാണ്. അത് അങ്ങനെ ആരായാലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയിട്ടുള്ള അപ്പോ ഞാനും കുറച്ചൊക്കെ ചില കാര്യങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ അവസരത്തിൽ കൊണ്ടിടേണ്ട കാര്യമില്ല. ഇത് ശ്വേത ശക്തമായിട്ട് മത്സരിച്ച് വിജയിച്ച് ആ സ്ഥാനത്ത് വരികയാണെങ്കിൽ അവർക്ക് നയിക്കാൻ കഴിവുണ്ടെങ്കിൽ നയിക്കട്ടെ. കാര്യം ഇത്രയും 30ഓളം വർഷം കഴിഞ്ഞു ഈ സംഘടന രൂപീകരിച്ചിട്ട് അത് ഇന്ന് മനോഹരമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നവരാണ് ഈ സിനിമ നടന്മാരെയും നടിമാരെയും. അപ്പൊ ആ മേഖല നമ്മൾ നോക്കി കാണുന്നവരാണ്. ഈ സംഘടന രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞ ആ കാലഘട്ടം മുതൽ ഞാൻ അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഘടന വരികയും അതിൽ കൂടി ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തുകയും മറ്റുള്ള നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, അഭിനയ രംഗത്ത് ഇപ്പൊ കഴിവില്ലാത്തവർ അല്ലെങ്കിൽ അസുഖം പിടിച്ചു കഴിയുന്നവർക്ക് കൃത്യമായിട്ടും പെൻഷൻ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പല മേഖലയിലും ഇല്ലാത്തതാണത്. അപ്പൊ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനി എത്രത്തോളം നടക്കും? അതാണ് ഞാൻ പറഞ്ഞത്. WCC രൂപീകരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? അതിൽ ഉള്ളതെല്ലാം സ്ത്രീകളല്ലേ, എന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഇവിടെ ഈ അമ്മ സംഘടനയിൽ ഇത്രയും നല്ലതായിട്ട് വന്നിട്ടുള്ള ഈ സംഘടനയിൽ വളർത്തിയെടുത്തത് ഇനി എത്രത്തോളം വളരും എന്നുള്ളത് അറിയില്ല. ഇനി ഈ ശ്വേതാമേനൻ ഈ തലപ്പത്ത് വരുമ്പോ എത്ര നടന്മാർ എത്ര നടിമാർ അതിനെ ഉൾക്കൊള്ളും എന്നറിയില്ല. മനസ്സിലായില്ല. അവരൊക്കെ ഇനി എത്രത്തോളം സഹകരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കാനുണ്ട്. കാര്യം ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അത് നശിപ്പിക്കുവാൻ വേണ്ടി നിമിഷ നേരം മതി. അതുപോലെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, ശൈലജ ടീച്ചറുടെ കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു നല്ലൊരു മന്ത്രി തന്നെയാണ്. പക്ഷേ ഒരു മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നവർ അവരല്ല ഭരണം മുന്നിൽ അവർ നിൽക്കുന്നുവെങ്കിലും പിന്നാമ്പുറത്ത് എന്ന് പറഞ്ഞാൽ IAS കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ പല മേഖലയിലുള്ളവരാണ് ഇടപെട്ട് അത് വിജയിപ്പിച്ചു കൊണ്ടുവരുന്നത്. നയിച്ചതാരാണ്? അവര് തന്നെയാണ് അത് നയിച്ചത്. നയിച്ചു. ഓക്കെ, നമ്മളിപ്പോ നമ്മൾ പറയില്ലല്ലോ. കാര്യം അതിന്റെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ള വേറെ ഒരുപാട് ഫൈനൽ ഡിസിഷൻ മേക്കർ ആരാണ്? അവര് തന്നെയാണ്. ആയിക്കോട്ടെ, ശരി. ഞാനും അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ ഈ മന്ത്രിസഭയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത് മന്ത്രി മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ നമുക്കുണ്ട്. അപ്പോ നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞാല് ആ ഒരു സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നയിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു പവർ, ആ പവറും അറിവും വിവേകവും വേണം. എന്നാൽ മാത്രമേ ഒരു സംഘടനയെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റൂ. അത് താഴോട്ട് പോകാൻ പാടില്ലല്ലോ. കാരണം ഇത്രയും നന്നായിട്ട് വന്ന ഒരു സംഘടന താഴോട്ട് വരരുത്. അത് മാത്രമല്ല, ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം, മത്സര രംഗത്തേക്ക് ആരൊക്കെ നോമിനേഷൻ കൊടുത്തിട്ടുണ്ടോ അവരെല്ലാവരും നോമിനേഷൻ പിൻവലിക്കുകയല്ല ചെയ്യേണ്ടത്. ആ ഇലക്ഷനിൽ പങ്കെടുത്ത് വിജയിക്കുക. വിജയിക്കുന്ന ഒരാൾ അവിടെ പ്രസിഡന്റ് സ്ഥാനത്ത് വരട്ടെ. അതാണ് അതിന്റെ ന്യായം എന്ന് പറയുന്നത്. പിൻവലിപ്പിച്ചതല്ലോ. ഇപ്പൊ ലാൽ സാറ് ഒറ്റയടിക്ക് നിന്നപ്പോ എല്ലാവരും ലാൽ സാറിനെ കണ്ടന്റർ ആയിട്ട് നിന്ന് ജയിപ്പിച്ചപ്പോ അവിടെ എതിർപ്പുണ്ടായിരുന്നില്ല. ശ്വേതാ മേനോനും അതേ ബാധകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഒരു കാര്യം കൂടി പറയാനുള്ളത്, WCC എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ശ്വേതാ മേനൻ പ്രസിഡൻസിക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാറ്റം കൊണ്ടുവന്ന WCC തന്നെയാണ്. അതിനൊരു വലിയ കഴിവ്. ഒരുപാട് അയച്ചുപണികൾ ഇപ്പൊ നടക്കുന്നുണ്ടെങ്കിൽ, അമ്മയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിലൊരു മേജർ ഒരു ഓർഗനൈസേഷൻ കൊണ്ട് വന്ന മാറ്റം തന്നെയാണെന്നാണ് ഇവിടെ മെജോറിറ്റി ജനങ്ങളും വിശ്വസിക്കുന്നത്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ താങ്കൾക്ക്? WCC ഒക്കെ തുടക്കം ഒടുക്കും ഒറ്റ വർഷം കൊണ്ട് തീർന്നത്. അതിനകത്ത് തന്നെ എങ്കിൽ പിന്നെ ഈ അമ്മ സംഘടനയിൽ നടിമാര് കാണില്ലല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ അമ്മ സംഘടനയിലല്ലേ നടിമാര് നിൽക്കുന്നത്. ആകപ്പാടെ എത്ര പേരാ? 1 2 2 3 പേര്. എന്തിനാ പറയുന്നത്? തുടക്കമിട്ട മഞ്ജു വാര്യർ ആ 1 2 പേരായാലും ചങ്കുറപ്പോടുകൂടി അവര് നിന്നത് കൊണ്ട് തന്നെയല്ലേ ഈ മാറ്റം നമ്മൾ കാണുന്നത്.
എന്ത് മാറ്റമാണ് കാണിച്ചത്? എന്ത് മാറ്റം കണ്ടു? ഇവിടെ സ്ത്രീകളുടെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ നടിമാരുടെ ഇടയിലുള്ള എന്തെങ്കിലും പ്രശ്നത്തിൽ WCC ഇടപെട്ടിട്ടുണ്ടോ? സ്ട്രോങ് ആയിട്ട് WCC ഇടപെട്ടിട്ടുണ്ടോ? ആ പറയൂ. WCC കാര്യമായിട്ടുള്ള ഒരു കാര്യത്തിനും ഇടപെട്ടില്ല. അവരൊക്കെ ഹേമ കമ്മിറ്റിയെ പ്രോത്സാഹിപ്പിക്കും, അത്രേ ഉള്ളൂ. ഇതുപോലുള്ള ഉടായ്പ കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കും എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യത്തിനും WCC കാര്യമായിട്ട് സ്ത്രീകൾ കൂടുതൽ സ്ത്രീകൾ തലപ്പത്ത് വരണം, കമ്മിറ്റിയിൽ വരണം, സ്ത്രീകളുടെ പ്രശ്നം അതിട്ടാണ് സ്ത്രീകളുടെ അതിനകത്ത് അംഗത്വം വേണം എന്ന് പറയുന്നത്. പ്രസൻസ് വേണം, എന്നാലേ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതിന്റെ സൊല്യൂഷൻ കാണാൻ പറ്റുള്ളൂ. കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതും സ്ത്രീകളാണ്, അതാദ്യം മനസ്സിലാക്കണം. ഇപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പോയിട്ട് അവിടെ ഇപ്പോ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നാണോ പറയുന്നത് താങ്കൾ? അപ്പൊ അമ്മ സംഘടന ഇത്രയും നാൾ എന്താ പ്രശ്നം ഉണ്ടായിട്ടാണ് പോയത്? ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഈ ഒരു സ്ത്രീ കാരണം, ഒന്നോ രണ്ടോ സ്ത്രീകൾ കാരണം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളല്ലാതെ അമ്മ സംഘടനയിൽ ഈ 30 വർഷമായിട്ട് എന്ത് പ്രശ്നം പുരുഷന്മാരുടെ ഇടയിൽ നിന്നുണ്ടായി പറയൂ. അതൊന്ന് പറഞ്ഞു തരൂ, എനിക്കൊന്ന് ചൂണ്ടിക്കാണിച്ചു തരൂ. അപ്പൊ ഇവിടെ ഇനി പ്രശ്നം ഉണ്ടാകരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സ്ത്രീകളെടുത്തും ശരി, എന്തായാലും സ്ത്രീകൾ അധികാരത്തിലെത്തുന്നതിൽ പലരും ഭയക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഭയമാണല്ലോ ഈ പല കാട്ടിക്കൂട്ടലുകളും കൊണ്ടെത്തിക്കുന്നത്. അക്കാര്യത്തിൽ എന്തായാലും സംശയമില്ല. സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത 3 അതിഥികൾക്കും വളരെ നന്ദി. ന്യൂസ് 3 ഒരു ഇടവേള.